ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്കായി KCBC നടപ്പിലാക്കുന്ന പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച 75ാമത് വീടിന്റെ താക്കോൽ ദാനം നിർവഹിച്ചു. ദുരന്തത്തിന്റെ 2ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പ്രത്യേക ചടങ്ങിലാണ് നിർമ്മാണം പൂർത്തിയാക്കിയ വീട് അർഹരായ കുടുംബത്തിന് കൈമാറിയത്. സഭയുടെയും വിവിധ കത്തോലിക്ക സംഘടനകളുടെയും കൂട്ടായ സഹകരണത്തോടെയാണ് വിലങ്ങാട് വീടും സ്ഥലവും നഷ്ടപ്പെട്ടവർക്കായി ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ദുരന്തത്തിന്റെ സർവ്വവും നഷ്ടപ്പെട്ടവരുടെ പുനരധിവാസം വേഗത്തിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് KCBC സമഗ്രമായ ഭവന നിർമ്മാണ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. എന്നാൽ ദുരന്തം നടന്ന് 2 വർഷം പിന്നിട്ടിട്ടും സർക്കാർ തലത്തിലുള്ള അടിസ്ഥാന സൗകര്യ വികസനവും പുനരധിവാസ പ്രവർത്തനങ്ങളും ഇഴഞ്ഞു നീങ്ങുകയാണെന്ന് സഭാ അധികൃതർ വ്യക്തമാക്കി. അടിയന്തരമായി സർക്കാരിന്റെ ഭാഗത്തുനിന്നും കൂടുതൽ കാര്യക്ഷമമായ ഇടപെടലുകൾ ഉണ്ടാകണമെന്നും കൂടുതൽ വീടുകളുടെ നിർമ്മാണം വരും ദിവസങ്ങളിൽ പൂർത്തിയാക്കി കൈമാറുമെന്നും അധികൃതർ വ്യക്തമാക്കി. ലിയോ 14 മാർപ്പാപ്പ ഉക്രൈൻ സന്ദർശിക്കുന്നത് രാജ്യത്ത് സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾക്ക് വലിയൊരു മുന്നേറ്റമാകുമെന്ന് വത്തിക്കാനിലെ ഉക്രൈൻ അംബാസഡർ. നിലവിലെ യുദ്ധ സാഹചര്യത്തിൽ മാർപ്പാപ്പയുടെ സാന്നിധ്യവും പിന്തുണയും സമാധാന ചർച്ചകളെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും ദുരന്തം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് അത് വലിയ ആശ്വാസമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വത്തിക്കാന്റെ നയതന്ത്ര ഇടപെടലുകൾക്കും മധ്യസ്ഥതയ്ക്കും യുദ്ധത്തിന് പരിഹാരം കാണാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഉക്രൈൻ ഭരണകൂടം. രാജ്യത്തെ നിലവിലെ സാഹചര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് മാർപ്പാപ്പയെ ഉക്രൈനിലേക്ക് ഔദ്യോഗികമായി ക്ഷണിച്ചിട്ടുണ്ടെന്നും സന്ദർശനം ഉടൻ സാധ്യമാകുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നതെന്നും അംബാസഡർ വ്യക്തമാക്കി. റഷ്യ ഉക്രൈൻ സംഘർഷത്തിന് ശാശ്വതമായ പരിഹാരം കാണാൻ കത്തോലിക്ക സഭയുടെ അധ്യക്ഷൻ നടത്തുന്ന ശ്രമങ്ങൾക്ക് ആഗോളതലത്തിൽ വലിയ പ്രാധാന്യമാണുള്ളത്. പാപ്പയുടെ വരവ് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശ്രദ്ധ ഉക്രൈനിലേക്ക് കൂടുതൽ കേന്ദ്രീകരിക്കാൻ സഹായിക്കുമെന്നും നയതന്ത്ര പ്രതിനിധി പ്രത്യാശ പ്രകടിപ്പിച്ചു. ഓഗസ്റ്റ് മാസത്തിൽ ലിയോ 14 മാർപ്പാപ്പ പങ്കെടുക്കുന്ന പ്രധാന തിരുക്കർമ്മങ്ങളുടെ വിവരങ്ങൾ പുറത്തുവിട്ടു. വത്തിക്കാൻ ലിറ്റർജിക്കൽ ഓഫീസാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പങ്കുവച്ചത്. ഓഗസ്റ്റ് 6 അസീസിയിലെ പോൾസിയുങ്കിലയിൽ നടക്കുന്ന അന്താരാഷ്ട്ര ഫ്രാൻസിസ്കൻ യൂത്ത് മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ട് മാർപ്പാപ്പ ദിവ്യബലി അർപ്പിക്കും. ഓഗസ്റ്റ് 15 മാതാവിന്റെ സ്വർഗാരോപണ തിരുനാൾ കുർബാന കാസ്റ്റൽ ഗാണ്ടോൾഫയിലെ സാന്തോ തോമസ് ഡി വില്ലാനോ ഇടവക പള്ളിയിലാണ് നടക്കുക. കൂടാതെ ഓഗസ്റ്റ് 22 റിമീനി നഗര സന്ദർശനത്തിനിടയിൽ തുറമുഖത്ത് വെച്ച് വിശുദ്ധ കുർബാനയർപ്പിക്കുന്ന മാർപ്പാപ്പ ഓഗസ്റ്റ് 29 കാസ്റ്റൽ ഗാണ്ടോൾഫയിലെ മാതാവിന്റെ ദേവാലയത്തിൽ കുർബാനയർപ്പിക്കും. മുരിങ്ങൂർ ഡിംസ് മീഡിയ കോളേജിൽ നവാഗതർക്കായി സ്വാഗതം എന്ന പേരിൽ സംഘടിപ്പിച്ച ഫ്രഷേഴ്സ് ഡേ വർണ്ണാഭമായി ആഘോഷിച്ചു. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കോളേജ് ഡയറക്ടർ റവറൻ ഡോക്ടർ ആന്റണി വടക്കേക്കര VC അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രിൻസിപ്പാൾ ഡോക്ടർ സിനോജ് ആന്റണി നവാഗതരായ വിദ്യാർത്ഥികളെ സദസ്സിനെ പരിചയപ്പെടുത്തുകയും അവരെ കോളേജിലേക്ക് ഔപചാരികമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഫ്രഷേഴ്സ് റിസപ്ഷൻ നടത്തുകയും ചെയ്തു. മേലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം റിൻസി രാജേഷ്, കോളേജ് ഫിനാൻസ് മാനേജർ ഫാദർ ടോം ജോൺ പുത്തൻപുരയ്ക്കൽ VC, PTA പ്രതിനിധി റിൻസി റോബി, കോളേജ് യൂണിയൻ പ്രതിനിധി ജോവാൻ എന്നിവർ ആശംസകൾ നേർന്നു. തുടർന്ന് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. നഗരത്തിലെ പാവപ്പെട്ടവരുടെ വിശപ്പകറ്റുന്നതിനായി ശംഷാബാദ് രൂപത അന്നദാനം എന്ന പേരിൽ പുതിയ ജീവകാരുണ്യ പദ്ധതിക്ക് തുടക്കം കുറിച്ചു. പദ്ധതിയുടെ ആദ്യ യൂണിറ്റിന്റെ ഉദ്ഘാടനം ജൂലൈ 28 എവഗണ്ടയിലുള്ള ഗവൺമെന്റ് മാനസികാരോഗ്യ ആശുപത്രിയിൽ വെച്ച് നിർവഹിച്ചു. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന രോഗികൾക്കും അവരുടെ സഹായികൾക്കും ആശ്വാസമേകുന്ന രീതിയിലാണ് ആദ്യഘട്ടത്തിൽ ഭക്ഷണ വിതരണം ക്രമീകരിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള കൂടുതൽ അർഹരിലേക്ക് ഈ ജീവകാരുണ്യ സേവനം വ്യാപിപ്പിക്കാനാണ് രൂപത ലക്ഷ്യമിടുന്നത്. സാധാരണക്കാർക്കും ഈ പദ്ധതിയുടെ ഭാഗമാകാൻ അവസരമൊരുക്കിയിട്ടുണ്ട്. വെറും 50 രൂപയ്ക്ക് ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണവും 5000 രൂപ സംഭാവന നൽകി ഒരു ദിവസത്തെ മുഴുവൻ ഭക്ഷണ വിതരണവും വ്യക്തികൾക്കോ സംഘടനകൾക്കോ സ്പോൺസർ ചെയ്യാവുന്നതാണ്. പൊതുജനങ്ങളുടെയും സംഘടനകളുടെയും ഉദാരമായ പിന്തുണയിലൂടെ മാത്രമേ ഈ പദ്ധതി വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ എന്ന് രൂപത അധികൃതർ അറിയിച്ചു. ഇതോടുകൂടി ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.